കണ്ണൂർ പാനൂർ ബോംബ് സ്ഫോടന കേസിൽ CPIM ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 3 പ്രതികൾക്ക് ജാമ്യം. അരുൺ, ഷിബിൻലാൽ, അതുൽ എന്നിവർക്കാണ് തലശ്ശേരി കോടതി ജാമ്യം നൽകിയത്. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, വിശദാംശങ്ങൾ. സജോ. ഏപ്രിൽ 5-നാണ് കണ്ണൂർ പാനൂർ മൂളിയത്തോട് നിർമ്മാണത്തിനിടെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ CPIM അനുഭാവിയായ ഒരാൾ ഷെറിൽ എന്ന CPIM അനുഭാവി കൊല്ലപ്പെടുകയും വിനീഷ് എന്നയാൾക്ക് ഗുരുതരമായി പരിക്കുപറ്റുകയും ചെയ്ത സംഭവം ഉണ്ടായത്. പിന്നാലെയാണ് കേസിൽ 15 പേരെ അന്വേഷണ സംഘം പ്രതി ചേർക്കുകയും അതിൽ 14 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ആ സംഭവത്തിലാണ് ഇപ്പോൾ 3 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതായത് ജാമ്യം ലഭിക്കാനുണ്ടായ സാഹചര്യം ഈ സംഭവം നടന്നിട്ട് 90 ദിവസം പിന്നിടുന്നു. പക്ഷെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിന് പ്രതികൾക്ക് അർഹതയുണ്ട്. ആദ്യഘട്ടത്തിൽ ജാമ്യം ലഭിച്ച 4 പേരിൽ 3 പേരുടെ ജാമ്യാപേക്ഷകളാണ് തലശ്ശേരി കോടതി പരിഗണിച്ചത്. പ്രതിഭാഗം പ്രധാനമായും വാദിച്ചത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ജാമ്യത്തിനുള്ള സ്വാഭാവിക അർഹതയുണ്ട്, നിയമപരമായ അർഹതയുണ്ട് എന്ന വാദമായിരുന്നു. ആ വാദം കോടതിയിൽ അംഗീകരിക്കപ്പെട്ടു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം രാഷ്ട്രീയ വിമർശനം കൂടി ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. അതായത് കുറ്റപത്രം അന്വേഷണ സംഘം വൈകിപ്പിക്കുന്നതിന് തൃപ്തികരമായ ന്യായീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നതാണ് വിമർശനമായി പുറത്തുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് CPIM ഡിവൈഎഫ്ഐ പ്രവർത്തകരോ അനുഭാവികളോ ഭാരവാഹികളോ ആയ ആളുകളാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളും. ഒപ്പം കൊല്ലപ്പെട്ട ആൾ ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ വിനീഷ് ഉൾപ്പെടെ CPIM അനുഭാവികളോ പ്രവർത്തകരോ ഒക്കെയാണ്. ഡിവൈഎഫ്ഐയുടെ ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇപ്പോൾ ജാമ്യം ലഭിച്ച അതിലടക്കം ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിത്വം വഹിച്ച ആൾ കൂടിയാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനം ഉണ്ടായെന്നതായിരുന്നു വിമർശനം. പക്ഷേ കുറ്റപത്രത്തിൽ പോലീസിന്റെ വാദം എന്നത് റിമാൻഡ് റിപ്പോർട്ടിലടക്കം പോലീസ് പിന്നീട് പലതവണ മലക്കം മറിയുന്നതടക്കം കണ്ടു. അവരുടെ ഗ്യാങ് വാറിന്റെ ഭാഗമായുള്ള ബോംബ് നിർമ്മാണം എന്ന നിലയ്ക്കുള്ള വാദങ്ങളിലേക്കൊക്കെ പോയിരുന്നത്. ഏതായാലും ആ കേസിലാണ് ഇപ്പോൾ 3 പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത്. ശരി, സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു.